Hi friends, welcome to Easy Mathematics. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന ടോപ്പിക്കാണ്. അപ്പോൾ ക്ലാസ്സിനിടയിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് വാട്സപ്പ് ചെയ്യുക. എന്താണ് നിങ്ങളുടെ ഡൗട്ട്? അതുപോലെ തന്നെ എന്തെങ്കിലും മിസ്റ്റേക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് നമ്പർ. അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അന്നേരം തന്നെ റെസ്പോണ്ട് ചെയ്യാം. അതേപോലെ എന്ത് ഡൗട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. ലാപ്ലാസ് ട്രാൻസ്ഫോം. എന്താണ് ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷൻ അത് ഏതെങ്കിലും വേരിയബിൾ ആയിക്കോട്ടെ. അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ വേരിയബിൾ എടുക്കുന്നത് ടി ആയിട്ടാണ് എപ്പോഴും എടുക്കുക. ഫംഗ്ഷൻ ഓഫ് ടി ആയിട്ടാണ്. ദാറ്റ് ഈസ് എഫ് ഓഫ് ടി ഈക്വൽ ടു സം ടി ആയിരിക്കാം, എഫ് ഓഫ് ടി ഈക്വൽ ടു സൈൻ ടി ആയിരിക്കാം, എഫ് ഓഫ് ടി ഈക്വൽ ടു ടി സ്ക്വയർ ആയിരിക്കാം, എഫ് ഓഫ് ടി ഈക്വൽ ടു കോസ് ടി ആയിരിക്കാം, അല്ലെങ്കിൽ ഇ റേസ് ടു ടി ആയിരിക്കാം. ഇങ്ങനെ എഫ് ഓഫ് ടി എന്ന ഫംഗ്ഷനാണ് എപ്പോഴും നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. നമ്മൾ സാധാരണ നമ്മൾ എന്ത് ചെയ്യും? എഫ് ഓഫ് എക്സ് ആണ് എടുക്കുക അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ എഫ് ഓഫ് ടി എന്നാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ത്രൂ ഔട്ട് ഈ ചാപ്റ്ററിൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ലാപ്ലാസ് ട്രാൻസ്ഫോം. കുറച്ച് എക്സാമ്പിൾസും കുറച്ച് ഫംഗ്ഷൻസിന്റെ സിമ്പിൾ ഫംഗ്ഷൻസിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. എവിടെയെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് വരികയാണെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ എക്സ്പ്ലനേഷൻ വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്യാം. ഓക്കെ, ഞാൻ അന്നേരം തന്നെ റെസ്പോണ്ട് ചെയ്യാം. അപ്പോൾ എന്താണ് ലാപ്ലാസ് ട്രാൻസ്ഫോം? ഈ ലാപ്ലാസ് ട്രാൻസ്ഫോമിൽ നമുക്ക് അറിയേണ്ട ചെറിയൊരു കാര്യമുണ്ട്, ഇൻ്റഗ്രേഷൻ. ഇൻ്റഗ്രേഷൻ പൊതുവെ എല്ലാവർക്കും ഡിഫിക്കൽട്ടാണ്. പക്ഷേ നമുക്ക് എല്ലാ റിസൾട്ടൊന്നും നമുക്ക് ആവശ്യമില്ല. ഒരേ ടൈപ്പ് ഉള്ള ഒരു ഇൻ്റഗ്രേഷൻ മാത്രമാണ് നമുക്ക് ഇവിടെ പഠിക്കേണ്ടത്. ഓക്കെ, അപ്പം ഞാൻ ഈ ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് ആവശ്യമുള്ള കുറച്ച് റിസൾട്ട് പറയാം. ഓക്കെ, ദാറ്റ് ഈസ് ഫസ്റ്റ് എങ്ങനെയാണ് സിമ്പിളായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കുറച്ച് ഇൻ്റഗ്രേഷൻ ഉണ്ട് അല്ലേ? ഇൻ്റഗ്രേഷൻ ഓഫ് സൈൻ ടി അറിയാം, ഇൻ്റഗ്രേഷൻ ഓഫ് കോസ് ടി എന്താ അറിയാം. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. ഇൻ്റഗ്രേഷൻ ഇ റേസ് ടു ടിയുടെ ഇൻ്റഗ്രൽ അറിയാം അല്ലേ? അതുപോലെ തന്നെ ടിയുടെ ഇൻ്റഗ്രൽ അറിയാം, ടി സ്ക്വയർ ആണെങ്കിൽ അറിയാം അല്ലേ? വണ്ണിൻ്റെ കോൺസ്റ്റന്റ്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള ഇൻ്റഗ്രേഷൻ മാത്രമേ നമുക്ക് ഈ ചാപ്റ്ററിൽ ആവശ്യമുള്ളൂ. അപ്പോൾ ഒന്നും അറിയില്ലെങ്കിൽ, നിങ്ങൾക്ക് ഒന്നും അറിയില്ലെങ്കിൽ, എം ടി ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റാർട്ടിങ് മുതൽ ഞാൻ ഒന്നും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഒന്നുകൂടെ ഫോക്കസ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഇൻ്റഗ്രൽ വണ്ണ്? ഇൻ്റഗ്രേഷൻ 1 ഇൻറ്റു ഡി എക്സ്. വണ്ണിൻ്റെ പകരം ഒന്നുകൂടി ഞാൻ ജനറലൈസ് ചെയ്യാണ്. ദറ്റ് ഈസ് ഇൻ്റഗ്രൽ കെ ഡി എക്സ് എന്താണ്? ദറ്റ് ഈക്വൽ ടു കെ എക്സ് പ്ലസ് സി ആണ്. എല്ലാവർക്കും അറിയുന്നതാണ്, എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് ഇൻ്റഗ്രൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളതാണ് ടി റേസ് ടു. ഞാൻ ടി ഇൻ ടേംസ് ഓഫ് ടിയിലേക്ക് മാറ്റിയതാണ്, കാരണം നമ്മൾ കംപ്ലീറ്റ് ടിയിലാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ടി റേസ് ടു ടിയുടെ ഇൻ്റഗ്രൽ എന്താണ്? ടി ഇൻറ്റു ഡി ടി ആണെങ്കിൽ ഞാൻ ഇവിടെയും ഞാൻ ടിയുടെ ടേംസിലേക്ക് മാറ്റിയതാണ്. ഓക്കെ, ഇനി ഇൻ്റഗ്രൽ ടി ഇൻറ്റു ഡി ടി എന്താണ്? ദാറ്റ് ഈസ് നമുക്കറിയുന്നതാണ് ടി സ്ക്വയർ ഡിവൈഡ് ബൈ 2 പ്ലസ് സം കോൺസ്റ്റൻസി അല്ലേ? ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ ടി റേസ് ടു എൻ ആണെങ്കിൽ എന്താണ്? ദാറ്റ് ഈസ് ഡി ടി ദാറ്റ് ഈക്വൽ ടു ടി റേസ് ടു എൻ പ്ലസ് 1 ഡിവൈഡ് ബൈ എൻ പ്ലസ് 1 പ്ലസ് സി. നിങ്ങൾക്ക് അറിയുന്ന ഇൻ്റഗ്രേഷൻ ആണ്, അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ പറയുന്നത്. നെക്സ്റ്റ് ഇൻ്റഗ്രൽ സൈൻ ടി എന്താണ്? ഇൻ്റഗ്രൽ സൈൻ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് കോസ് ടി ആണ്. മൈനസ് കോസ് ടി നെക്സ്റ്റ് ഡി പ്ലസ് സി. ഓക്കെ, ഇൻ്റഗ്രൽ കോസ് ടി എന്താണ്? കോസ് ടി ഡി ടി ദറ്റ് ഈക്വൽ ടു കോസ് ടിയുടെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദറ്റ് ഈസ് സൈൻ ടി പ്ലസ് സം കോൺസ്റ്റൻസി അല്ലേ? ഇ റേസ് ടു ടിയുടെ ഇൻ്റഗ്രൽ എന്താണ്? ഇ റേസ് ടു ടി ദറ്റ് ഈസ് ഇ റേസ് ടു ടി ഡി ടി ദറ്റ് ഈക്വൽ ടു ഇ റേസ് ടു ടി പ്ലസ് സി ആണ്. ഇതെല്ലാം നമുക്ക് അറിയുന്നതാണ്, അറിയേണ്ടതാണ്. ഓക്കെ, ഇനി നമുക്ക് അറിയേണ്ട ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് നമ്മൾ ഉപയോഗിച്ചിട്ടില്ലേ? രണ്ട് ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം? ദറ്റ് ഈസ് ഇൻ്റഗ്രൽ ടി ഇൻറ്റു ഇ റേസ് ടു ടി. ഇതാണ് നമുക്ക് ഇവിടെ പഠിക്കേണ്ടത്. രണ്ട് ഫംഗ്ഷന്റെ പ്രൊഡക്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ സിമ്പിളായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാം? ഓക്കെ, വെരി സിമ്പിൾ ആണ്. എന്താ ചെയ്യേണ്ടത്? ഞാൻ ഇവിടെ ചെറിയൊരു ബ്രാക്കറ്റ് മെത്തേഡ് പോലെ പറയാണ്. ദാറ്റ് ഈസ് നമ്മൾ ചെയ്യേണ്ടത് തന്നിട്ടുള്ള ക്വസ്റ്റ്യന് ദാറ്റ് ഈസ് എന്താണോ രണ്ട് ഫംഗ്ഷൻ ഉണ്ടാവല്ലോ, അപ്പോൾ എപ്പോഴും ഒന്നാമത്തെ ഫംഗ്ഷൻ പോളിനോമിയൽ ഫംഗ്ഷൻ ആക്കി എഴുതാം. ഓക്കെ, അപ്പോൾ തന്നിട്ടുള്ള രണ്ട് ഫംഗ്ഷനിൽ ഒന്ന് പോളിനോമിയൽ ഫംഗ്ഷൻ ആണെങ്കിൽ ഈ ഒരു മെത്തേഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഒന്നാമത്തെ പോളിനോമിയൽ ഫംഗ്ഷൻ ആണെങ്കിൽ എപ്പോഴും ഈ ഒരു മെത്തേഡ് ചെയ്യാം. ഇവിടെ പോളിനോമിയൽ ഫംഗ്ഷൻ ആണല്ലേ? ഇതെന്താണ്? പോളിനോമിയൽ ആണ്. ടി പോളിനോമിയൽ ആണ്. ടി സ്ക്വയർ ആണെങ്കിൽ പോളിനോമിയൽ ആണ്. സൈൻ ടി ഇൻറ്റു ടി വന്നു കഴിഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് ടി ഫസ്റ്റ് ആക്കി കഴിഞ്ഞാൽ വീണ്ടും പോളിനോമിയൽ ആയി. അപ്പോൾ തന്നിട്ടുള്ള ഫംഗ്ഷന് ഫസ്റ്റ് പോളിനോമിയൽ ആക്കിയിട്ട് എഴുതാം. ഓക്കെ, ദാറ്റ് ഈസ് ടി ഇ റേസ് ടു ടി. ഇതിന്റെ ഇൻ്റഗ്രൽ എന്താണ്? നമ്മൾ ചെയ്യുന്നത് എന്ത് ചെയ്യും? ഒന്നാമത്തെ ഫംഗ്ഷൻ ഞാൻ ബ്രാക്കറ്റിൽ എഴുതി, രണ്ടാമത്തെ ഫംഗ്ഷൻ ദാറ്റ് ഈസ് അതിന്റെ ഇന്റഗ്രൽ ഞാൻ ബ്രാക്കറ്റിൽ എഴുതി.
ഇനി വീണ്ടും മൈനസ് ഒന്നാമത്തെ ബ്രാക്കറ്റിൽ എന്താണോ എഴുതിയുള്ളത് അതിന്റെ ഡെറിവേറ്റീവ് നമ്മൾ എഴുതും. അപ്പൊ ടിയുടെ ഡെറിവേറ്റീവ് എന്താണ്? 1 ആണ് അല്ലേ? ദാറ്റ് ഈസ് 1 ഞാൻ ഇവിടെ എഴുതി. ഇ റേസ് ടു ടിയുടെ ഇന്റഗ്രൽ എന്താണ്? ഇ റേസ് ടു ടി തന്നെയാണ്. അപ്പോൾ വീണ്ടും ഞാൻ ഇ റേസ് ടു ടി എന്ന് എഴുതാം. ഓക്കെ, ഇ റേസ് ടു ടി ഇങ്ങനെ എഴുതി. വീണ്ടും ഞാൻ ഇവിടെ എന്താ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്? പ്ലസ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്തു, പിന്നെ മൈനസ്, അടുത്ത പ്ലസ് ആ. ഓക്കെ, therefore ഞാൻ വീണ്ടും എന്ത് ചെയ്യാം? ദാറ്റ് ഈസ് പ്ലസ് പ്ലസ് നെക്സ്റ്റ് ഒന്നാമത്തെ ബ്രാക്കറ്റിൽ ഇതിന്റെ തൊട്ട് മുന്നേ എഴുതിയ ബ്രാക്കറ്റ് ഉണ്ടല്ലോ ഇവിടെ. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു അല്ലേ? അടുത്ത് ഇത് എഴുതി. ഇവിടെ എന്ത് എഴുതിയേ? ക്വസ്റ്റ്യനിലുള്ള ഈ പോളിനോമിൽ അതേപോലെ ഇവിടെ എഴുതി. രണ്ടാമത്തെ ഫംഗ്ഷൻ എന്താണോ അതിന്റെ ഇന്റഗ്രലാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തത് ഇവിടെ തൊട്ട് മുന്നേ രണ്ട് ബ്രാക്കറ്റിൽ എഴുതിയില്ലേ? ഫസ്റ്റ് ബ്രാക്കറ്റിൽ എഴുതിയതിന്റെ ഡെറിവേറ്റീവ്, അടുത്തതിന്റെ ഇന്റഗ്രൽ. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ബ്രാക്കറ്റിൽ എന്താ എഴുതുന്നത്? ഡെറിവേറ്റീവ് ചെയ്ത് അങ്ങനെ പോവാണ്. സെക്കൻഡ് ബ്രാക്കറ്റിൽ എന്താ എഴുതുന്നത്? ഇന്റഗ്രേറ്റ് ചെയ്ത് പോവാണ്. ഓക്കെ, അപ്പൊ ഇവിടെ എന്തായി? ടി ആയി, ഇവിടെ 1 ആയി. 1ന്റെ ഡെറിവേറ്റീവ് 0 ആണ് അല്ലെ? അപ്പൊ ഇവിടെ 0 എന്ന് വരും, ഇവിടെ 0 വരും. അടുത്ത ബ്രാക്കറ്റിലോ ഇ റേസ് ടു ടി. അപ്പൊ രണ്ടാമത്തെ ബ്രാക്കറ്റിൽ നമ്മൾ ചെയ്യുന്നത് എപ്പോഴും ഈ ഒരു ബ്രാക്കറ്റിൽ എന്താണോ അതിന്റെ ഇന്റഗ്രേറ്റ് ചെയ്ത് പോവാം. കംപ്ലീറ്റ് ആയി. കാരണം ഈ ഒരു സ്റ്റെപ്പ് വരില്ല, കാരണം 0 ഇൻറ്റു ഇത് പറഞ്ഞ 0 വരും. അപ്പൊ എപ്പോഴാണോ ഫസ്റ്റ് ബ്രാക്കറ്റിൽ കോൺസ്റ്റന്റ് വരുന്നത് അവിടെ വെച്ച് നമുക്ക് നിർത്താം. അപ്പൊ നമുക്ക് ഇത് വേണമെങ്കിൽ കംപ്ലീറ്റ് നമുക്ക് ഒഴിവാക്കാം അല്ലെ? കാരണം ഇത് എഴുതേണ്ട ആവശ്യമില്ല. ഇനി അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു ടി ഇ റേസ് ടു ടി മൈനസ് ഇ റേസ് ടു ടി. ഇതാണ് നമ്മുടെ ആൻസർ. അപ്പൊ ഇവിടെ ഹൈലൈറ്റ് റൂളോ അങ്ങനത്തെ ഒരു റൂളും നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് സിമ്പിൾ ഇന്റഗ്രൽ, ദാറ്റ് ഈസ് ഇന്റഗ്രൽ ഞാൻ വീണ്ടും എഴുതാമാണ്. ഇന്റഗ്രൽ ടി സ്ക്വയർ പ്ലസ് ടി സ്ക്വയർ ഇൻറ്റു സൈൻ ടി. എങ്ങനെ ഇതിന്റെ ഇന്റഗ്രൽ ചെയ്യാം? ടി സ്ക്വയർ ഇൻറ്റു സൈൻ ടി. ഇതിന്റെ ഇന്റഗ്രൽ നമുക്ക് എങ്ങനെ ചെയ്യാം? വീണ്ടും ഇതേപോലെ തന്നെ ചെയ്യാം. കാരണം ഒന്നാമത്തെ ഫംഗ്ഷൻ എന്താണ്? ടി സ്ക്വയർ എന്താണ്? പോളിനോമിയൽ ഫംഗ്ഷനാണ്. therefore ഞാൻ ഇവിടെ ടി സ്ക്വയർ അതുപോലെ തന്നെ എഴുതി. ഇനി അടുത്തത് സൈൻ ടിയുടെ ഇന്റഗ്രൽ. എന്താണ് സൈൻ ടിയുടെ ഇന്റഗ്രൽ? മൈനസ് കോസ് ടി അല്ലേ? ഇനി മൈനസ് എഴുതും. ഒന്നാമത്തെ ബ്രാക്കറ്റിൽ ടി സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2t ആണ്. മൈനസ് കോസ് ടിയുടെ ഡെറിവേറ്റീവ് ഞാൻ മൈനസ് അതുപോലെ തന്നെ എഴുതി. ഇനി കോസ് ടിയുടെ ഇന്റഗ്രൽ എന്താണ്? കോസ് ടിയുടെ ഇന്റഗ്രൽ ദാറ്റ് ഈസ് സൈൻ ടി അല്ലേ? അപ്പോ നെക്സ്റ്റ് ഇനി എന്താ എഴുതുക? പ്ലസ് ആണ് എഴുതുക അല്ലേ? ഇനി 2tയുടെ ദാറ്റ് ഈസ് 2t ആണ്. ടി സ്ക്വയർ എഴുതി, അതിന്റെ ഡെറിവേറ്റീവ് 2t എഴുതി. ഇനി 2tയുടെ ഡെറിവേറ്റീവ് ദാറ്റ് ഈസ് 2 ആണ്. ഡെറിവേറ്റീവ് നമുക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് മൈനസ് സൈൻ ടി. സൈൻ ടിയുടെ ഇന്റഗ്രൽ എന്താണ്? കോസ് ടി ആണ്, മൈനസ് കോസ് ടി ആണ്. അപ്പൊ മൈനസ് മൈനസ് എന്തായി? പ്ലസ് ആയി. ഓൾറെഡി ഒരു മൈനസ് ഉണ്ട് അല്ലേ? ദാറ്റ് ഈസ് നമുക്ക് എന്ത് കിട്ടി? ദാറ്റ് ഈസ് മൈനസ് മൈനസ് ദാറ്റ് ഈസ് കോസ് ടി എന്നായി. ഇനി ചെയ്യണോ? വേണ്ട, കാരണം ഈ ഒരു ബ്രാക്കറ്റിൽ എന്തായി? കോൺസ്റ്റന്റ് വന്നു. ഇനി എന്ത് ചെയ്യാം? അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു ടി സ്ക്വയർ മൈനസ് നെക്സ്റ്റ് ടി സ്ക്വയർ കോസ് ടി നെക്സ്റ്റ് മൈനസ് ഇവിടെ മൈനസ് ഉണ്ട് അല്ലേ? മൈനസ് മൈനസ് പ്ലസ് ആയി 2t സൈൻ ടി നെക്സ്റ്റ് ഇവിടെ പ്ലസ് 2 കോസ് ടി അല്ലേ? ഇത്രയും സിമ്പിൾ ആയി. അപ്പോൾ ഒരുവിധം ഇന്റഗ്രേഷൻ നമ്മൾ ഈ ലാപ്ലാസ് ട്രാൻസ്ഫോമായി ബന്ധപ്പെട്ട് നമുക്ക് ഇത്തരം ക്വസ്റ്റ്യൻസ് ആണ് വരിക. സിമ്പിൾ ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. ഓക്കെ, ഇനി രണ്ടാമത്തെ റിസൾട്ട് ഒരു സിമ്പിൾ ഫോർമുല ഉണ്ട്. അത് നിങ്ങൾക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ബാക്കിയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എന്നാണ് ആ സിമ്പിൾ ഫോർമുല? ഈയും ദാറ്റ് ഈസ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനും സൈനും വരുമ്പോൾ, അല്ലെങ്കിൽ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനും കോസും വരുമ്പോൾ ആ റിസൾട്ട് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണം. അപ്പൊ ഈ ഒരു മെത്തേഡും പഠിക്കണം, ആ ഒരു റിസൾട്ടും നമുക്ക് ബൈ ഹാർട്ട് ചെയ്യണം. കാരണം അത് രണ്ടും മതി നമുക്ക് ഈ ഒരു ലാപ്ലാസ് ട്രാൻസ്ഫോമായി ബന്ധപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഇന്റഗ്രേഷൻ. ഓക്കെ, ഏതാണ് ആ റിസൾട്ട്? റിസൾട്ട് ഇതാണ്. ദാറ്റ് ഈസ് ഇന്റഗ്രൽ ഇ റേസ് ടു എ ടി നെക്സ്റ്റ് കോസ് ബി ടി. ഓക്കെ, ആദ്യം നമുക്ക് സൈൻ എഴുതാം. സൈൻ ബി ടി ഡി ടി. ഓക്കെ, കാരണം ലാപ്ലാസ് ട്രാൻസ്ഫോമായി ബന്ധപ്പെട്ട് നമുക്ക് അറിയേണ്ട ഒരു റിസൾട്ടാണ് ഇത്. അതേപോലെ ഇന്റഗ്രൽ ഇ റേസ് ടു എ ടി നെക്സ്റ്റ് കോസ് ബി ടി നെക്സ്റ്റ് ഡി ടി. ഓക്കെ, ഫസ്റ്റ് ഒന്നാമത്തെ എഴുതാം. ഒന്നാമത്തെ റിസൾട്ട് രണ്ട് നമുക്ക് ഒന്നിച്ച് എഴുതാം, കമ്പയർ ചെയ്ത് പഠിക്കാം. ഓക്കെ, ഇ റേസ് ടു എ ടി സൈൻ ബി ടി ആണെങ്കിൽ ഫസ്റ്റ് ടേം ഇവിടെ ഇ റേസ് ടു എ ടി ഡിവൈഡഡ് ബൈ നെക്സ്റ്റ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇവിടെയും അത് തന്നെയാണ്, ഇ റേസ് ടു എ ടി ഡിവൈഡഡ് ബൈ നെക്സ്റ്റ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. പിന്നെ ഇവിടെ എന്ത് വരും? ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ എ ഇൻറ്റു സൈൻ ബി ടി, അതാണ് ഞാൻ ഇവിടെ എഴുതുന്നത് ഫസ്റ്റത്തെ. എന്നാണ് എ ഇൻറ്റു സൈൻ ബി ടി. ഇവിടെയോ എ ഇൻറ്റു കോസ് ബി ടി. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഫസ്റ്റ് ടേം അതാ എഴുതുന്നത്, ദാറ്റ് ഈസ് എ ഇൻറ്റു സൈൻ ബി ടി. ഇവിടെയും അതേപോലെ തന്നെ എ ഇൻറ്റു കോസ് ബി ടി. അപ്പൊ ഇതുവരെ എല്ലാവർക്കും ക്ലിയർ ആണ്.
ഇനി സൈൻ ബി ടി ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, മൈനസ് എഴുതണം. ഓക്കെ, ഇവിടെ മൈനസ് എഴുതണം. ഇവിടെ സൈൻ ആണെങ്കിൽ മൈനസ് എഴുതും, കോസ് ആണെങ്കിൽ ഇവിടെ പ്ലസ് എഴുതും. ഇനി സൈൻ, അപ്പോൾ എന്തായി, എ സൈൻ ബി ടി മൈനസ് നെക്സ്റ്റ് ഏതുള്ളത്, കോസ് ആണ് അല്ലേ, അപ്പോൾ ബി ബി കോസ് ബി ടി, ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇവിടെ ഏതാണ്, ഇനി ബി കോസ് സൈനിന്റെ ടേം ആണ് അല്ലേ, കോസ് ഇവിടെ എഴുതി, അപ്പോൾ ഇവിടെ ബി സൈൻ ബി ടി. ക്ലിയർ അല്ലേ, ക്ലിയർ അല്ലേ, ബി സൈൻ ബി ടി. അപ്പൊ ഇ റേസ് ടു എ ടി, അപ്പൊ ഞാൻ ഒന്നും കൂടി പറയാം, ഇന്റഗ്രൽ ഇ റേസ് ടു എ ടി സൈൻ ബി ടി ഡി ടി എങ്ങനെ എഴുതാം, ഫസ്റ്റ് ടേം രണ്ടിനും സെയിം ആണ്. അപ്പൊ ഇ റേസ് ടു എ ടി ഇത് എഴുതി, ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. നെക്സ്റ്റ് ബ്രാക്കറ്റിൽ എ സൈൻ ബി ടി, നെക്സ്റ്റ് സൈന് വന്നത് കൊണ്ട് മൈനസ് എഴുതും. അടുത്ത ഏതാണ്, ഇവിടെ സൈനിന്റെ ഒക്കെ എഴുതി, അടുത്ത് ബി കോസ് ബി ടി. അതേപോലെ തന്നെ ഇവിടെയും ഇന്റഗ്രൽ ഇ റേസ് ടു എ ടി കോസ് ബി ടി ഡി ടി ദാറ്റ് ഈക്വൽ ടു ഇ റേസ് ടു എ ടി ഡിവൈഡ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. നെക്സ്റ്റ് എ കോസ് ബി ടി, അതെങ്ങനെ കിട്ടിയത്, എ കോസ് ബി ടി, അതാണ് ഇവിടെ എഴുതി, എ കോസ് ബി ടി. നെക്സ്റ്റ് പ്ലസ് അടുത്തത് ഏതാണ്, കോസ് ഇവിടെ എഴുതി, അടുത്ത സൈൻ ആണ് അല്ലേ, അപ്പോൾ ബി സൈൻ ബി ടി. ഇത് കാണാതെ പഠിക്കണം. ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറയാം, സിമ്പിൾ എക്സാമ്പിൾ. ഇന്റഗ്രൽ, ഓക്കെ, ഇന്റഗ്രൽ ഇ റേസ് ടു ടി നെക്സ്റ്റ് സൈൻ ടി ഡി ടി, ഇത് നമുക്ക് എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ എയും ബിയും നമുക്കറിയാം അല്ലേ, ടിയുടെ ഇവിടെ ഇ പവർ എ ടി ആണ് അല്ലേ, അപ്പോൾ എ എന്താണ്, ഇവിടെ എ ഈക്വൽ ടു 1 ആണ്, ബി ഈക്വൽ ടു 1 ആണ് അല്ലേ, സൈൻ ബി ടി ആണ്. അപ്പൊ സൈൻ ടി പറഞ്ഞു കഴിഞ്ഞാൽ ബിയുടെ സ്ഥാനത്ത് 1 ആണ് അല്ലേ, therefore എന്തായിരിക്കും ആൻസർ, നമുക്ക് എന്തായിരിക്കാം, ഇ റേസ് ടു, ദാറ്റ് ഈസ് ഇവിടെ എഴുതാം, എ ഈക്വൽ ടു 1 ആണ്, ബി ഈക്വൽ ടു 1 ആണ്. Therefore, e raised to t, a t ആണ് അല്ലേ, അപ്പൊ e raised to 1t divided by 1 square plus a square plus b square, that is 2 എന്ന് വരും. ശരിയല്ലേ. നെക്സ്റ്റ് ബ്രാക്കറ്റിൽ എന്ത് എഴുതും, that is a എന്താണ് 1 അല്ലേ, അപ്പൊ sin t, a sin t, that is sin t minus നെക്സ്റ്റ് b cos b t അല്ലേ, അപ്പൊ cos t അല്ലേ, b equal to 1 ആണ്, therefore cos t. സിമ്പിൾ അല്ലേ. അപ്പൊ ഈ ഒരു റിസൾട്ട് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ഉപയോഗിക്കുന്നതാണ് നമ്മുടെ ലാപ്ലാസ് ട്രാൻസ്ഫോമിൽ. ഇനി ഒരു സിമ്പിൾ എക്സാമ്പിൾ കൂടി, ഇന്റഗ്രൽ ഇ പവർ 2t നെക്സ്റ്റ് കോസ് 3t, എന്തായിരിക്കും ആൻസർ വരിക, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അല്ലേ. എയുടെ സ്ഥാനത്ത് എന്താ, എ ഈക്വൽ ടു 2 ആണ്, നെക്സ്റ്റ് ബി ഈക്വൽ ടു 3 ആണ്. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി അല്ലേ. എന്തായിരിക്കും, ദാറ്റ് ഈസ് ഇ റേസ് ടു എ എന്താണ് 2t, അപ്പൊ ഇ റേസ് ടു 2t ഡിവൈഡ് ബൈ 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ അല്ലേ, ദാറ്റ് ഈസ് 4 പ്ലസ് 9 അല്ലേ. ഞാൻ ഇങ്ങനത്തെ എഴുതാം, ദാറ്റ് ഈസ് 2 സ്ക്വയർ, ദാറ്റ് ഈസ് 4 പ്ലസ് 3 സ്ക്വയർ, ദാറ്റ് ഈസ് 9. എവിടെയെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്യണേ. നെക്സ്റ്റ് അടുത്തത് 2 കോസ് ഇതേപോലെ എഴുതിയാൽ മതി, ഇവിടെ എന്താണോ അത് നോക്കിയിട്ട് എഴുതിയാൽ മതി. 2 കോസ് 3t, ദാറ്റ് ഈസ് 2 കോസ് 3t, നെക്സ്റ്റ് കോസ് ആയതുകൊണ്ട് പ്ലസ് എന്ന് എഴുതും. നെക്സ്റ്റ് ബി സൈൻ ബി ടി ആണ് അല്ലേ, ദാറ്റ് ഈസ് സൈൻ, ദാറ്റ് ഈസ് ബി ഈക്വൽ ടു 3 ആണ്, സൈൻ 3t എന്ന് വരും. ഇനി ഇവിടെ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് ഉണ്ടെങ്കിലോ ഈ ബ്രാക്കറ്റിന് നമ്മൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ രണ്ട് റിസൾട്ട് നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, എന്താണ് ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് നോക്കാം. അതിന്റെ മുന്നേ വേണമെങ്കിൽ കുറച്ചുകൂടി എക്സാമ്പിൾസ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം അല്ലേ. എന്താണ് ഇന്റഗ്രൽ ടി സ്ക്വയർ ഇ റേസ് ടു ടി, എന്താണ് ഇത്, ആൻസർ എന്തായിരിക്കും, ദാറ്റ് ഈസ് നമ്മൾ ചെയ്യും തൊട്ട് മുന്നേ ചെയ്ത പോലെ തന്നെ ചെയ്യും അല്ലേ. ഒന്നാമത്തെ ബ്രാക്കറ്റിൽ ടി സ്ക്വയർ എഴുതി, രണ്ടാമത്തെ ബ്രാക്കറ്റിലോ ഇ റേസ് ടു ടി തന്നെ എഴുതി അല്ലേ. ഇനി വീണ്ടും നമ്മൾ രണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും. ക്ലിയർ ആണല്ലോ, മനസ്സിലാവുന്നുണ്ടല്ലോ. ഒന്നാമത്തെ ബ്രാക്കറ്റിൽ എന്താണ് എഴുതിയുള്ളത്, അതിന്റെ ഡെറിവേറ്റീവ് ടി സ്ക്വയർ ആണല്ലേ, അതിന്റെ ഡെറിവേറ്റീവ് 2t. നെക്സ്റ്റ് അടുത്തത് ഇ റേസ് ടു ടി, ഇ റേസ് ടു ടിയുടെ ഡെറിവേറ്റീവ് എന്താണ്, ഇ റേസ് ടു ടി ഇന്റഗ്രൽ, ഇ റേസ് ടു ടിയുടെ ഇന്റഗ്രൽ ആണ് ഇ റേസ് ടു ടി. ഇനി വീണ്ടും രണ്ട് ബ്രാക്കറ്റ് വീണ്ടും ഓപ്പൺ ചെയ്തു, 2tയുടെ ഇന്റഗ്രൽ, ദാറ്റ് ഈസ് ഡെറിവേറ്റീവ് 2 ഇ റേസ് ടു ടിയുടെ അതിന്റെ അല്ലേ. ഒന്നുകൂടി സിമ്പിൾ ഫോമിലേക്ക് മാറ്റി എഴുതി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ടി സ്ക്വയർ ഇ റേസ് ടു ടി, നെക്സ്റ്റ് മൈനസ് 2t ഇ റേസ് ടു ടി, നെക്സ്റ്റ് പ്ലസ് 2 ഇ റേസ് ടു ടി. ക്ലിയർ ആണല്ലോ. ഇനി അടുത്തൊരു സിമ്പിൾ എക്സാമ്പിൾ, ദാറ്റ് ഈസ് ടി സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു നെക്സ്റ്റ് കോസ് ടി. എന്താണ് ഇന്റഗ്രൽ. ഇപ്പൊ ഇവിടെയും ഒന്നാമത്തെ ഫംഗ്ഷൻ പോളിനോമിയൽ ഫംഗ്ഷനാണ്. വേറെ നമുക്ക് എന്ത് ചെയ്യാം, ഇതേ മെത്തേഡ് ഉപയോഗിക്കാം. എന്താ ചെയ്യണത്, ബ്രാക്കറ്റ് വലിയ ബ്രാക്കറ്റ്, ഇവിടെയും നമുക്ക് വലിയ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം, കാരണം ഇവിടെ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അതിന്റെ ആവശ്യമില്ല അല്ലേ. ഇനി ഇവിടെ എന്തായിരിക്കും, ഒന്നാമത്തെ ഞാൻ ഇവിടെയും വലിയ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, ഫസ്റ്റ് ബ്രാക്കറ്റിൽ ആ പോളിനോമിയൽ ഡയറക്റ്റ് ആയിട്ട് എഴുതി വെക്കും. അപ്പൊ എന്തായി, ടി സ്ക്വയർ പ്ലസ് 1, നെക്സ്റ്റ്
കോസ് ടിയുടെ ഇന്റഗ്രൽ. എന്താണ് കോസ് ടിയുടെ ഇന്റഗ്രൽ? സൈൻ ടി. ദാറ്റ് ഈസ് സൈൻ ടി അല്ലേ. ഇനി മൈനസ് വീണ്ടും ടി സ്ക്വയർ പ്ലസ് വണ്ണിന്റെ ഇന്റഗ്രേഷൻ ഡെറിവേറ്റീവ് എന്താണ്? 2 അല്ലേ, 2t. നെക്സ്റ്റ് 2t പ്ലസ് 0 വരും. 0 കാരണം വണ്ണിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 0 ആണ്, എഴുതേണ്ട ആവശ്യമില്ല. അടുത്തത് സൈൻ ടിയുടെ ഇന്റഗ്രൽ. എന്താണ് സൈൻ ടിയുടെ ഇന്റഗ്രൽ? മൈനസ് കോസ് ടി അല്ലേ, ദാറ്റ് ഈസ് മൈനസ് കോസ് ടി. നെക്സ്റ്റ് പ്ലസ്, പ്ലസും മൈനസും ആൾട്ടർനേറ്റീവ് ആയിട്ട് എഴുതാം അല്ലേ. ഇവിടെ നമ്മൾ എന്താണ് എഴുതി? സ്റ്റാർട്ട് ചെയ്ത പ്ലസ് ആണ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്ലസ് മൈനസ്, അടുത്ത പ്ലസ്, പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ മൈനസ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്തു? വീണ്ടും ഫസ്റ്റ് ബ്രാക്കറ്റിൽ 2tയുടെ ഡെറിവേറ്റീവ് ദാറ്റ് ഈസ് 2. അടുത്തത് കോസ് ടിയുടെ മൈനസ് കോസ് ടി ആണ്. കോസ് ടിയുടെ ഇന്റഗ്രേഷൻ നമുക്കറിയാം സൈൻ ടി ആണ്. ആ മൈനസ് അതേപോലെ തന്നെ എഴുതും, ദാറ്റ് ഈസ് മൈനസ് സൈൻ ടി. ഇനി എഴുതോ, ഇവിടെ കോൺസ്റ്റന്റ് വന്നു അല്ലേ, അപ്പൊ അടുത്തത് 0 ആണ് എഴുതുക, അതിന്റെ ഡെറിവേറ്റീവ്. നമുക്ക് ഇവിടെ നിർത്താം. ക്ലിയർ ആണല്ലോ. ഇനി ഇത്രയും കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? സിമ്പിൾ ഫോമിലേക്ക് മാറ്റി എഴുതാം. ദാറ്റ് ഈസ് ടി സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു സൈൻ ടി. നെക്സ്റ്റ് ഈ മൈനസ് എന്ത് ചെയ്യും? ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ പ്ലസ് ആയി അല്ലേ. therefore നമുക്ക് എന്ത് എഴുതാം? ദാറ്റ് ഈസ് പ്ലസ് 2t കോസ് ടി. നെക്സ്റ്റ് ഇവിടെ ഈ മൈനസും ഈ പ്ലസും ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് വരും. മൈനസ് പ്ലസ് ആണ്, മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് വരും. അപ്പൊ ഇൻറ്റു ചെയ്യുമ്പോൾ മൈനസും പ്ലസും മൈനസ് ആവും. therefore ഇവിടെ എന്ത് വരും? മൈനസ് 2 സൈൻ ടി. ക്ലിയർ ആണല്ലോ. അപ്പൊ നമുക്ക് ലാപ്ലാസിലെ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, കൃത്യമായിട്ട് മനസ്സിലാവും. ഈ രണ്ട് മെത്തേഡ് മാത്രമേ നമ്മൾ ത്രൂ ഔട്ട് ഉപയോഗിക്കുന്നുള്ളൂ. ഓക്കെ, ഇനി എന്താണ് ലാപ്ലാസ് ട്രാൻസ്ഫോം? ഒരു ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ എഫ് ഓഫ് ടി എന്ന ഒരു ഫംഗ്ഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ മറ്റൊരു ടേമിലേക്ക് മാറ്റിയതാണ്. സം എഫ് ഓഫ് എസിലേക്ക് മാറ്റുക. വേറൊരു ഫംഗ്ഷൻ എസിലുള്ള ഒരു ഫംഗ്ഷൻ ആക്കിയിട്ട് എഴുതാണ് നമ്മൾ എഫ് ഓഫ് ടി. ആ എഫ് ഓഫ് ടി എന്ത് വരാം? കോൺസ്റ്റന്റ് വരാം, ഇ റേസ് ടു ടി വരാം, ടി വരാം, ടി സ്ക്വയർ വരാം, ടി ക്യൂബ് വരാം, സൈൻ ടി, കോസ് ടി, സൈൻ എച്ച് എ ടി, കോസ് എച്ച് എ ടി, ഇതെല്ലാം വരാം. അപ്പൊ സം ഫംഗ്ഷൻ ഓഫ് ടി കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാം? ട്രാൻസ്ഫോം, ലാപ്ലാസ് ട്രാൻസ്ഫോം ഉപയോഗിച്ചിട്ട് നമുക്ക് ഫംഗ്ഷൻ ഓഫ് എസ് ആക്കിയിട്ട് മാറ്റിയതാണ്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് പഠിക്കുന്നത്? ഒരു അപ്ലിക്കേഷൻ നമ്മുടെ സിലബസിലൊക്കെ പറയാറുണ്ട്. ഏതാണ് അപ്ലിക്കേഷന്? ദാറ്റ് ഈസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതും കൂടി നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പൊ ആദ്യം എങ്ങനെയാണ് ലാപ്ലാസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കുന്നത്, എന്താണ് അതിന്റെ ഡെഫിനിഷൻ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ എന്ത് തരും? നിങ്ങൾക്ക് ഒരു എഫ് ഓഫ് ടി എന്ന ഒരു ഫംഗ്ഷൻ തരും. ഈ ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഓപ്പറേറ്റർ ഉപയോഗിച്ച് എന്തോ നമ്മൾ മാത്തമെറ്റിക്കലി ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഒരു ഫംഗ്ഷൻ ഓഫ് എസ് എഴുതും. അപ്പൊ ഇവിടെ എഫ് ഓഫ് ടി എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് ടിയും ക്യാപിറ്റൽ എഫ് ലാപ്ലാസ് ട്രാൻസ്ഫോം ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഫംഗ്ഷനാണ് നമ്മൾ എപ്പോഴും എഫ് ഓഫ് എസ് എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ഡെഫിനേഷൻ നമുക്ക് നോക്കാം. നമുക്ക് ഈ എഫ് ഓഫ് ടി എന്നൊരു ഫംഗ്ഷൻ തരും. എന്തായാലും ലാപ്ലാസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എഫ് ഓഫ് ടി എന്നൊരു ഫംഗ്ഷൻ തരും അല്ലേ. അതിനെ ആ ഫംഗ്ഷൻ എഫ് ഓഫ് ടി, സ്മോൾ എഫ് ഓഫ് ടി ആണെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇന്റഗ്രേറ്റ് ചെയ്യണം അല്ലേ. ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി വരെ ഇന്റഗ്രേറ്റ് ചെയ്യണം. പക്ഷെ ഈ ഫംഗ്ഷനെ മാത്രമല്ല, ഈ ഫംഗ്ഷന്റെ കൂടെ നമ്മൾ ഒരു ഫംഗ്ഷൻ കൂടി ഇൻറ്റു ചെയ്യും. ഏതാണ്? അതാണ് നമ്മുടെ ഇ പവർ മൈനസ് എസ് ടി അല്ലേ. വിത്ത് റെസ്പെക്ട് ടു ടി നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് കിട്ടുന്ന ആൻസർ? അതാണ് കറസ്പോണ്ട് ഈ ഒരു ഫംഗ്ഷന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം. ഇപ്പോൾ 1 ആണെങ്കിൽ 1 ഇൻറ്റു ദാറ്റ് ഈസ് നമുക്ക് എഴുതാം, നമുക്ക് കണ്ടുപിടിക്കാം 1ന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്തായിരിക്കും. അപ്പോൾ ഞാൻ എഫ് ഓഫ് ടി ഈക്വൽ ടു എന്ത് എഴുതാം? എഫ് ഓഫ് ടി ഈക്വൽ ടു നമുക്ക് 1 എന്ന് എഴുതാം. ഓക്കെ, എഫ് ഓഫ് ടി ഈക്വൽ ടു 1 എന്ന് എഴുതാം. എന്താണ് ഡെഫിനിഷൻ? എഫ് ഓഫ് ടി ആണെങ്കിൽ അതിൻ്റെ കൂടെ ഇ പവർ മൈനസ് എസ് ടി ഇൻറ്റു ചെയ്ത് ഈ ഇന്റഗ്രേഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ എന്താണോ അതാണ് എഫ് ഓഫ് ടിയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം. അപ്പോൾ എഫ് ഓഫ് ടി ഈക്വൽ ടു 1 ആണെങ്കിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഓക്കെ, സിമ്പിൾ ആണ്, നമുക്ക് ചെയ്യാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ എഫ് ഓഫ് ടി ഈക്വൽ ടു 1. അപ്പൊ എന്തായിരിക്കും നമ്മുടെ എഫ് ഓഫ് എസ്? അപ്പൊ ഞാൻ എഫ് ഓഫ് എസ് ആ എഴുതുന്ന കേട്ടോ. എഫ് ഓഫ് എസ് ഈക്വൽ ടു ദാറ്റ് ഈസ് ഇന്റഗ്രൽ 0 മുതൽ ഇൻഫിനിറ്റി വരെ ഇന്റഗ്രേറ്റ് ചെയ്യണം. ഏതാണ് നമ്മുടെ ഫംഗ്ഷൻ? 1 ആണ് അല്ലേ. അപ്പോൾ 1 ഇൻറ്റു നെക്സ്റ്റ് ഇ പവർ മൈനസ് എസ് ടി ഡി ടി. 1 എഴുതേണ്ട ആവശ്യമില്ല അല്ലെ, നമ്മൾ എപ്പോഴും 1 ഇൻറ്റു എഴുതാറില്ല അല്ലെ. അതേ ഫംഗ്ഷൻ തന്നെ എഴുതും. ദാറ്റ് ഈസ് ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി ഇ പവർ മൈനസ് എസ് ടി ഡി ടി. ക്ലിയർ ആണല്ലോ. എന്താണ് ഇ പവർ മൈനസ്? നിങ്ങൾക്ക് അറിയാത്ത എല്ലാ കാര്യങ്ങളും ഈ ഓരോ ക്ലാസ്സിൽ നിന്ന് പഠിക്കാം. ഓക്കെ, എന്താണ് ഇ പവർ മൈനസ് എസ് ടിയുടെ ഇന്റഗ്രൽ? ഇ പവർ മൈനസ് എസ് ടിയുടെ ഇന്റഗ്രൽ ഓക്കെ
ഇ പവർ മൈനസ് എസ് ടിയുടെ ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു ടി ആണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. എന്തായിരിക്കും? ദാറ്റ് ഈസ് ഇ പവർ മൈനസ് എസ് ടി ഡിവൈഡ് ബൈ മൈനസ് എസ്. ക്ലിയർ ആണല്ലോ? എന്താണ് ഇ പവർ 3t ഇന്റഗ്രൽ? ഇതിന്റെ ഇന്റഗ്രൽ എന്താണ്? ദാറ്റ് ഈസ് ഇ പവർ 3t ഡിവൈഡഡ് ബൈ 3 എന്ന വരിക. ഓക്കെ, ഇ പവർ മൈനസ് 5t ഇന്റഗ്രൽ എന്താണ്? എന്ത് വരും? ഇ പവർ മൈനസ് 5t ഡിവൈഡഡ് ബൈ മൈനസ് 5. എന്താണോ ടിയുടെ കോഫിഷ്യന്റ് അത് നമ്മൾ ഡിനോമിനേറ്ററിലേക്ക് എഴുതും. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ? അപ്പൊ therefore നമുക്ക് എന്ത് ചെയ്യാം? ഇ പവർ മൈനസ് എസ് ടിയുടെ ഇന്റഗ്രൽ എന്താണ്? ഇ പവർ മൈനസ് എസ് ടി ഡിവൈഡ് ബൈ മൈനസ് എസ്. അപ്പൊ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എക്സ്ട്രാ എന്തെങ്കിലും വേണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക? വാട്സപ്പ് ചെയ്യുക. അതിനോട് റിലേറ്റ് ചെയ്ത് കിടക്കുന്ന ക്ലാസ് നിങ്ങൾക്ക് സെൻഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇന്റഗ്രേഷൻ നമുക്ക് അറിഞ്ഞിരിക്കും. ബേസിക് ആയിട്ടുള്ള ഇന്റഗ്രേഷൻ നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ അറിയില്ലെങ്കിൽ നമ്മൾ ഓരോ ഫംഗ്ഷൻ്റെയും ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? ഇ പവർ മൈനസ് എസ് ടി ഡി ടി അതിന്റെ ഇന്റഗ്രൽ എന്താണ്? ദാറ്റ് ഈസ് ഇ പവർ മൈനസ് എസ് ടി ഡിവൈഡ് ബൈ മൈനസ് എസ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും അല്ലേ? 0 to ഇൻഫിനിറ്റി ആണ്. രണ്ടാമത്തെ റിസൾട്ട് ഇ പവർ ഇൻഫിനിറ്റി എങ്ങോട്ടാ പോവാ? ഇൻഫിലോട്ടാ പോവാ. പക്ഷെ ഇ പവർ മൈനസ് ഇൻഫിനിറ്റി ആണെങ്കിലോ അത് 0ക്കാ പോവാ. ഓക്കെ, ഇ പവർ മൈനസ് ഇൻഫിനിറ്റി എങ്ങോട്ടാ പോവാ? 0ക്കാണ് പോവാ. ഇവിടെ അപ്പർ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇ പവർ ടിക്കാണ് നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ടി ആണ് നമ്മൾ ചെയ്തത്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു ടി ചെയ്യുമ്പോൾ ടിക്കാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇ പവർ മൈനസ് എസ് ഇൻറ്റു ഇൻഫിനിറ്റി മൈനസ് ഇ പവർ നെക്സ്റ്റ് മൈനസ് 0 നെക്സ്റ്റ് ഡിവൈഡഡ് ബൈ എസ് ഉണ്ട്. ഇതാണ് നമ്മൾ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുക അല്ലേ? ഞാൻ ഒന്നും കൂടി പറയാം. ദാറ്റ് ഈസ് 1/s ടിക്കാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ മൈനസ് 1/s ഞാൻ പുറത്തേക്ക് എടുക്കാം. ബാക്കി എന്തുണ്ട്? ഇ പവർ അപ്പർ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇ പവർ ടിക്ക് അപ്പർ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ മൈനസ് എസ് ഇൻറ്റു ഇൻഫിനിറ്റി അത് മൈനസ് ഇൻഫിനിറ്റി വരും. മൈനസ് ഇ പവർ 0 ഏതൊരു നമ്പറിൻ്റെയും പവർ 0 ആണെങ്കിൽ എന്തായിരിക്കും? അത് 1 ആണ് അല്ലേ? അപ്പോൾ ഇ പവർ 0 എന്ന് വരും അല്ലേ? ദാറ്റ് ഈസ് നമുക്ക് എന്ത് കിട്ടും? ഇത് എങ്ങോട്ട് പോകും? ഇ പവർ മൈനസ് ഇൻഫിനിറ്റി എങ്ങോട്ടാണ് പോകുന്നത്? 0ക്കാ പോകുന്നത്. അപ്പോൾ ഈ ടേം എങ്ങോട്ട് പോകും? 0 പോകും. ഈ പവർ 0 എന്താണ്? അത് 1 ആ. എല്ലാവർക്കും അറിയാം. ഏതിന്? ദാറ്റ് ഈസ് 5 പവർ 0 1 ആ. 6 പവർ 0 1 ആ. 1 പവർ 0 ദാറ്റ് ഈസ് 1 ആ അല്ലേ? ഒരു നമ്പറിന്റെ പവർ സം എക്സ് പവർ 0 എന്താ 1 ആ. അപ്പൊ ഈ പവർ 0 എന്താണ്? അത് 1 ആ. അപ്പൊ എന്തായിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസർ? എന്തായിരിക്കും? ദാറ്റ് ഈസ് മൈനസ് 1/s ബാക്കി 0 മൈനസ് 1. അപ്പൊ മൈനസ് 1 ഇൻറ്റു മൈനസ് 1/s എന്താ നമുക്ക് കിട്ടിയത്? ദാറ്റ് ഈസ് 1/s എന്ന് കിട്ടി. അപ്പൊ എന്താണ് നമ്മൾ കണ്ടുപിടിച്ചത്? എന്താണ് 1 എന്ന ഫംഗ്ഷന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം 1/s. ഇത് നമുക്ക് ബൈ ഹേർട്ട് ചെയ്യാം. ഇത് നമ്മൾ കാണാതെ പഠിക്കണം. ഈ ഓരോ ഫംഗ്ഷൻസിന്റെയും ലാപ്ലാസ് ട്രാൻസ്ഫോം നമുക്ക് കാണാതെ പഠിക്കണം. ഓക്കെ, അപ്പോൾ 1/s ആണ് എന്ത്? ലാപ്ലാസ് ട്രാൻസ്ഫോം. ക്ലിയർ ആണല്ലോ? 1ന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്താണ്? 1/s ആണ്. 1ന്റെ അപ്പൊ ഇങ്ങനെ നമുക്ക് ചെയ്ത് പഠിക്കണം. കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് സിമ്പിൾ ആയിട്ട് തോന്നും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ആൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. 1ന്റെ നമ്മൾ ചെയ്തു അല്ലേ? ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ ഒരുപക്ഷെ ഇങ്ങനെ ആയിരിക്കും. എഫ് ഓഫ് ടി ഈക്വൽ ടു ടി ആണ്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് എഫ് ഓഫ് എസ്. എന്താണ് എഫ് ഓഫ് എസ്? ലാപ്ലാസ് ട്രാൻസ്ഫോം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഡെഫിനിഷൻ ഫസ്റ്റ് നിങ്ങൾ എഴുതണം അല്ലേ? എഫ് ഓഫ് എസ് എന്ന് പറയുന്നത് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ആണ് അല്ലേ? അതെന്ന് പറയുന്നത് ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി ഇ പവർ മൈനസ് എസ് ടി എഫ് ഓഫ് ടി ഡി ടി. എന്താണ്? എഫ് ഓഫ് ടി 1 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇ പവർ ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി ഇ പവർ മൈനസ് എസ് ടി ഡി ടി. ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ കിട്ടുന്നത് ഞാൻ പറയാം അല്ലേ? എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അല്ലേ? ഫൈനൽ ആൻസർ 1/s എന്നായി. ഇനി അടുത്തത് 1ന്റെ 1/s നമുക്കറിയാം. ടിയുടെ എന്തായിരിക്കും? ടിയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം. അപ്പൊ എഫ് ഓഫ് ടി ഈക്വൽ ടു ഞാൻ വീണ്ടും എഴുതാം. എഫ് ഓഫ് ടി ഈക്വൽ ടു ടി ആണെങ്കിൽ എന്താണ് ഇതിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം? എന്താണ് ഡെഫിനിഷൻ? ഡെഫിനിഷൻ ഇതാണ്. എഫ് ഓഫ് എസ് ഈക്വൽ ടു ദാറ്റ് ഈസ് ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി ടി ഇൻറ്റു ഇ പവർ മൈനസ് എസ് ടി ഡി ടി. ക്ലിയർ അല്ലേ? ഇതല്ലേ നമ്മുടെ ഡെഫിനിഷൻ. ഇനി ഇതിന്റെ ഇന്റഗ്രേഷൻ നമുക്കറിയാം. കാരണം ഒന്നാമത്തെ ഫംഗ്ഷൻ പോളിനോമിയൽ ഫംഗ്ഷനാണ് അല്ലേ? നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത പോലെ നമുക്ക് ബ്രാക്കറ്റ് മെത്തേഡ് വെച്ച് ചെയ്യാം അല്ലേ? ദാറ്റ് ഈക്വൽ ടു എന്തായിരിക്കും? ഫസ്റ്റ് ഞാൻ ടി എഴുതി. രണ്ടാമത്തെ ബ്രാക്കറ്റിൽ ഇ പവർ മൈനസ് എസ് ടി എന്ന് എഴുതി അല്ലേ? ഇതിന്റെ ഇന്റഗ്രൽ ആണ്. അപ്പൊ ഇ പവർ മൈനസ് എസ് ടി ഡിവൈഡ് ബൈ മൈനസ് എസ് അല്ലേ? ഒന്നാമത്തെ ഫംഗ്ഷൻ അതേപോലെ എഴുതി. രണ്ടാമത്തെ ഫംഗ്ഷൻ എന്താണോ അതിന്റെ ഇന്റഗ്രൽ ആണ് നമ്മൾ എഴുതുന്നത്. അടുത്തത് മൈനസ് ടിയുടെ ഡെറിവേറ്റീവ് ദാറ്റ് ഈസ് 1 അല്ലേ? അടുത്തത്
ഇ റേസ് ടു മൈനസ് എസ് ടി. ഈ ബ്രാക്കറ്റിൽ എന്താണോ എഴുതിയിട്ടുള്ളത് അതിന്റെ ഇന്റഗ്രൽ ആണ്. ഇതിന്റെ തൊട്ട് മുന്നേ എഴുതിയിട്ടുണ്ട്, അഥവാ നമ്മൾ തൊട്ട് മുന്നേ എഴുതി അല്ലേ, ദാറ്റ് ഈസ് ഇവിടെ എന്താണോ എഴുതിയിട്ടുള്ളത് അതിന്റെ ഇന്റഗ്രൽ ആണ്. ഫസ്റ്റ് എന്ത് ചെയ്തു, ഇത് അതേപോലെ എഴുതി. നെക്സ്റ്റ് ഇതിന്റെ ഇന്റഗ്രൽ ആണ് ഇവിടെ എഴുതിയത്. അടുത്ത ബ്രാക്കറ്റിൽ ഇതിന്റെ തൊട്ട് മുന്നത്തെ ബ്രാക്കറ്റിൽ എന്താണോ അതിന്റെ ഡെറിവേറ്റീവ്, അതായത് ടിയുടെ ഡെറിവേറ്റീവ്, അത് 1. നെക്സ്റ്റ് ഈ ബ്രാക്കറ്റിൽ നമ്മൾ എന്ത് എഴുതും, ഇതിന്റെ ഇന്റഗ്രൽ അല്ലേ. എന്താണ് ഇ പവർ മൈനസ് എസ് ടിയുടെ ഇന്റഗ്രൽ, വീണ്ടും ഇ പവർ മൈനസ് എസ് ടി ഡിവൈഡ് ബൈ മൈനസ് എസ് വരും. ആൾറെഡി ഇവിടെ ഒരു മൈനസ് എസ് ഉണ്ട്, അപ്പൊ മൈനസ് എസിന്റെ മൈനസ് എസ് എന്ത് വരും, എസ് സ്ക്വയർ എന്ന് വരും. ക്ലിയർ ആണോ, കഴിഞ്ഞു അല്ലേ. ദാറ്റ് ഈസ് ഇവിടെ ടി ആണ്, ഇവിടെ 1 ആണ്, 1ന്റെ ഡെറിവേറ്റീവ് 0 ആണ്. ഇനി അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും എന്താണ്, 0 to ഇൻഫിനിറ്റി ആണ്. ഇനി നമുക്ക് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട, ജസ്റ്റ് നോക്കാം എന്താണ് വരുന്നത് നോക്കാം. എന്താണ് അപ്പർ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ, അപ്പർ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇവിടെ മൈനസ് ഇൻഫിനിറ്റി ആണ് അല്ലേ. അപ്പൊ ഈ പവർ മൈനസ് ടി ക്കാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് അല്ലേ. എസ് അവിടെ കിടക്കട്ടെ, എസിനൊന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നില്ല, ടി ക്കാണ് നമ്മൾ. അപ്പൊ ഇവിടെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, ഇവിടെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ ഈ പവർ മൈനസ് ഇൻഫിനിറ്റി വരും അല്ലെ. എന്താണ് ഈ പവർ മൈനസ് ഇൻഫിനിറ്റി, തൊട്ട് മുന്നേ ഞാൻ എഴുതി അല്ലെ. ഈ പവർ മൈനസ് ഇൻഫിനിറ്റി എന്താ, ഈ പവർ മൈനസ് ഇൻഫിനിറ്റി 0ക്കാണ് പോവുക. അപ്പൊ ഇവിടെ അപ്പർ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെയും എന്തുണ്ട്, ഈ പവർ മൈനസ് ഇൻഫിനിറ്റി ഉണ്ട്, ഇവിടെയും ഈ പറയും ഇൻഫിനിറ്റി ഉണ്ട് അല്ലെ, മൈനസ് ഇൻഫിനിറ്റി. അപ്പൊ ഇത് രണ്ടും എന്തായിരിക്കും, ഈ രണ്ട് ടേം 0ക്ക് പോകും. ക്ലിയർ ആണല്ലോ. അപ്പൊ അപ്പർ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ രണ്ട് ടേം എന്താണ്, 0 ആണ്. ഇപ്പൊ 0 മൈനസ് 0 വരും അല്ലെ. ഞാൻ അങ്ങനെ തന്നെ എഴുതാം, 0 മൈനസ് 0. ഇതാണ് അപ്പർ ലിമിറ്റ്. മൈനസ് ലോവർ ലിമിറ്റ് എന്താ കൊടുക്കുന്നത്, ടിക്ക് 0 ആണ് കൊടുക്കുന്നത് അല്ലെ. ദാറ്റ് ഈസ് 0 to ഇൻഫിനിറ്റി ആണ്. അപ്പൊ ടിക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഇവിടെ 1 വരും, പക്ഷെ ഇവിടെ ടി ഉണ്ടായത് കൊണ്ട് 0 ഇൻറ്റു ഇവിടെ എന്ത് വന്നു കഴിഞ്ഞാൽ 0 വരും അല്ലെ. അപ്പൊ ഇത് 0 വരും, ഇവിടെയോ ഇവിടെ 1 വരും. അപ്പോൾ -1 ഡിവൈഡ് ബൈ എസ് സ്ക്വയർ വരും അല്ലെ, ലോവർ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ. therefore ഇവിടെ 0 മൈനസ് 1 ബൈ എസ് സ്ക്വയർ വരും. therefore നമ്മൾ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, 1 ബൈ എസ് സ്ക്വയർ വരും അല്ലേ. ഇതാണ് എന്ത്, ടിയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്താ പഠിച്ചത്, രണ്ട് രീതിയിൽ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പഠിച്ചു. രണ്ടാമത്തെ എന്താണ് ലാപ്ലാസ് ട്രാൻസ്ഫോം എന്താ നോക്കി. അതേപോലെ 1ന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം നമുക്കറിയാം, അതുപോലെ തന്നെ ടിയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം നമുക്കറിയാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കൂടുതൽ എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കാൻ നമുക്ക് പഠിക്കാൻ പറ്റുന്ന മാത്തമെറ്റിക്സേ ഉള്ളൂ. ഓക്കെ, ബേസിക്സ് തറവായി കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഏത് മാത്തമെറ്റിക്സ് ക്ലാസ് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം. എവിടെയെങ്കിലും നിങ്ങൾക്ക് ക്ലാസ്സിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ അതിന്റെ ക്ലാസ് കൂടി ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.